PT-യുടെ അതല്ലെങ്കിൽ പരേഡിന്റെ എന്തെങ്കിലും ഒരു കമാൻഡ് പിന്നെ എഴുതി വെക്കുക, അതിൽ ഇന്ന പ്രവർത്തികളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഏതെങ്കിലും നോട്ട്ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വെക്കും. ചെയ്യലല്ല, പിന്നെ കമാൻഡ്, വേർഡ് ഓഫ് കമാൻഡ്, അതിന് ചെയ്യേണ്ട പ്രവർത്തികൾ എന്താണ് ഏതാണെന്നുള്ളത് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? രണ്ടാളെങ്കിലും പൊക്കണ്ടായല്ലോ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. സ്വാഭാവികമായിട്ട് മറന്നു പോകും. അത് മറന്നു പോവാതൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു പ്രവൃത്തി ഉണ്ട്. അറ്റൻഷൻ ഉള്ള കമാൻഡിന് ഇന്ന പ്രവർത്തികൾ ചെയ്യണം, പിന്നെ സ്റ്റാൻഡേർഡ് റൈറ്റ് ഹാൻഡ് എന്ത് ചെയ്യണം, അതൊക്കെ ഓരോന്നും നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് എന്ത്, ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ, ബോട്ടം എങ്ങനെ, റൈറ്റ്, കുറേ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ട് കാര്യമില്ല. ചെയ്യുന്ന പ്രവൃത്തി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണം. ഇനിയും ശരിക്കും ഒരു ടേണിങ്സ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. കാരണം ജൂലൈയിലല്ലേ നമ്മൾ തുടങ്ങി? ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 3 മാസമായി. 3 മാസമായിട്ട് ഇപ്പോഴും തിരിച്ച് അഡ്മിഷൻ സ്റ്റാൻഡേർഡ്സ് അറിയില്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് നിങ്ങളാരും ഈ ഭാഗം മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും കമാൻഡിൽ എന്തെങ്കിലും പ്രവൃത്തിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളി. അതിൻ്റെ കറക്റ്റായിട്ടുള്ള രൂപം ഞാൻ പറഞ്ഞു തരാം. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. റൈറ്റ് പ്ലസ് എന്നുള്ള കമാൻഡിന് റൈറ്റ് നമ്പർ 1 ഒഴിച്ച്, റൈറ്റ് നമ്പർ 1 ആരാ? റൈറ്റ് നമ്പർ 1 ഞാൻ പറഞ്ഞ അറ്റൻഷൻ ആണ്, ഇൻഡിക്കേറ്റ് ചെയ്താൽ അറ്റൻഷൻ ആണ്. അത് റൈറ്റ് നമ്പർ 1 ആരാ? അതാണ്. ആരെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്താൽ ഉടനെ അറ്റൻഷൻ, അല്ലാതെ കൈ പൊക്കലും കാലൊക്കെ ഒന്നും കൈ പൊക്കാൻ പറഞ്ഞിട്ട് പറ്റില്ല. ഒരു അറ്റൻഷൻ ആണ് കേട്ടോ. റൈറ്റ് നമ്പർ 1 ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ആളുകളും എന്ത് ചെയ്യണം? ഹാഫ് പ്ലേസ് ഫോർവേഡ്. മനസ്സിലായില്ലേ? ഹാഫ് പ്ലേസ് മതിയാണ്. ഈ പുതിയ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബൂട്ട് സ്ഥിരമായിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്യണം. നിങ്ങളുടെ ബൂട്ട് നന്നായിട്ട് പോളിഷ് ചെയ്യും. നിങ്ങൾ ആരും ചെയ്യില്ല. ശരിക്കും പോളിഷ് ചെയ്ത് ശരിക്കും ബ്രഷ് ചെയ്യണം, എങ്കിലേ തിളക്കം വരുള്ളൂ. സ്റ്റാൻഡേർഡ് പറയണേ പോണേ. അറ്റൻഷൻ. കാല് മുമ്പിലൂടെ എടുത്തിട്ടോ കേട്ടോ. ഓടെ കൈയൊക്കെ ചേർന്നിട്ടെ. ഇങ്ങനല്ല, കൈ ഇങ്ങനെ ഓടെ. അങ്ങനെ എത്ര അടുത്ത് മുട്ടിക്കണ നിങ്ങള്? നടന്നു ഓടെ. റൈറ്റ് ഫ്രണ്ടിക്കോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 റൗണ്ട് ഒരു 10